കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വീണ്ടും സ്വാഗതം. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നിന്നാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കോട്ടെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിൻ്റെ മേലുണ്ടോ? ഭയപ്പെടേണ്ട, നീ തളിർക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങളാൽ വാടിത്തളർന്നിരിക്കുകയാണോ നിങ്ങൾ? പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ ചൂടേറിയ മരുഭൂമികളെ ഞാൻ നനവുള്ള തോട്ടം പോലെയാക്കും. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിരാശകളുടെ മേൽ പ്രത്യാശയുടെ പുതിയ നാമ്പുകൾ തളിർക്കുവാൻ പോകുന്നു. വേരറ്റുപോയ നന്മകളുടെ മേൽ പുതിയ തളിർപ്പുകൾ വെളിപ്പെട്ടു വരുന്നു. സംഖ്യാപുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അത് തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചിരുന്നു. ഹല്ലേലൂയ. നിന്റെ സംവത്സരങ്ങൾ ദൈവത്തിൻ്റെ നന്മകളാൽ പൂത്തുലയുവാൻ പോകുന്നു. ദൈവം തിരഞ്ഞെടുത്തവരുടെ ഫലം ദേശങ്ങൾ കാണുവാൻ പോകുന്നു. നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പട്ടണങ്ങൾ അറിയുവാൻ പോകുന്നു. അതെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രങ്ങൾ ആദരിക്കുവാൻ പോകുന്നു. നിന്നിലൂടെ ക്രിസ്തുവിൻ്റെ സൗരഭ്യം ലോകത്തിൻ്റെ അറ്റത്തോളം പരക്കും. വിശ്വസിക്കുന്നവർ ഈ സമയം ഹൃദയത്തിൽ കരം തൊട്ട് പറഞ്ഞാട്ടെ: ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ മേലുള്ളതിനാൽ ഞാൻ തളിർക്കും, പൂക്കും, ഫലം കായ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മഴ പോലെ പെയ്തിറങ്ങുന്നു. ചില കട്ടകളെ ഉടച്ച് നിരത്തുന്നു. കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോയ അനുഭവങ്ങൾ മാറി തളിർപ്പ് വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിന്നോട് മത്സരിച്ചവരുടെ മധ്യേ ഞാൻ നിന്നെ ഒരടയാളമാക്കി വെക്കുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് മൂലം നിന്നോട് മത്സരിച്ച ഒരു സമൂഹത്തിൻ്റെ മധ്യയാണോ സഹോദര സഹോദരി നീ ആയിരിക്കുന്നത്? ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിൻ്റെ മേലുള്ളതിനാൽ നീ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. നിന്നെ മത്സരിച്ചവരുടെ മധ്യേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനാൽ നീ ഒരടയാളമായി തീരുവാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഈ സമയം കണ്ണുകൾ അടച്ചട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അബ്ബാ പിതാവേ, ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെയല്ല, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. നിൻ്റെ തിരഞ്ഞെടുപ്പിനാൽ അപ്പാ, നീ ഞങ്ങളോട് മത്സരിച്ചവരുടെ മധ്യേ ഞങ്ങളെ മാനിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവേ, നീ അപ്രകാരം ഈ വരും ദിവസങ്ങളിൽ ആദരിച്ച് മാനിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യെശയ്യാവിൻ്റെ 27-ൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാവുകയും ചെയ്യുമെന്ന് അങ്ങയുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അങ്ങയുടെ തിരഞ്ഞെടുപ്പിനാൽ ദൈവമേ, അടിയങ്ങളെ ഓരോരുത്തരെയും അപ്പച്ചാ നീ ആദരിക്കുവാൻ പോകുന്നതിനായി നന്ദി കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.